കാതലായ ഒരു മാറ്റം. കാര്യം ക്രിസ്ത്യ സമൂഹം ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു വിശ്വാസം നിർമ്മിച്ചിരിക്കുകയാണ്. കാര്യം പള്ളികളിൽ തന്നെ ഇപ്പോഴും പള്ളികളെ പുരോഹിതന്മാർ തന്നെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെ BJP നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യണമെന്ന് സ്പഷ്ടമായി തന്നെ പറയുകയാണ്. ആ രീതിയിലേക്ക് തീരദേശവും ക്രൈസ്തവ സമൂഹവും ഒരു വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നമുക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ഈ വലിയവരെ സംബന്ധിച്ച് ഇവിടുത്തെ ഒട്ടുമിക്ക ജനങ്ങളെയും നേരിട്ടറിയാന്നുള്ള ഒരു വ്യക്തിത്വമാണ്. ഞങ്ങൾ തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ചെല്ലണം. ഇത് അങ്ങനെയൊന്നുമില്ല. വലിയതറയിലാണ് മത്സ്യത്തൊഴിലാളികളാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കയറി കാണാനും, അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന സ്ഥാനാർത്ഥി ഞങ്ങളുടെ ഒരു കുട്ടിയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ. അത് തന്നെ വലിയൊരു മാറ്റമല്ലേ. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ ഒരു മകൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ടുകൾ BJPക്ക് വരുന്നു. കാര്യം എന്ന് വെച്ചാൽ നേരത്തെ നിന്നകളിൽ ഒരു ബൂത്തിൽ നിന്ന് ഒരു വോട്ടെന്ന സ്ഥാനത്ത് ഒരു ബൂത്തിൽ നിന്ന് 50 വോട്ടുകളാണ് നമുക്കിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത പ്രാവശ്യം ഓരോ കാലം കഴിയുന്തോറും അവർക്ക് BJPയിലോട്ടുള്ള വിശ്വാസം കൂടിക്കൊണ്ടുവരികയാണ്. നല്ല രീതിക്ക് നല്ല രീതിക്ക് വോട്ട് മാറ്റം ഉറപ്പായിട്ട് കൊണ്ടുവരും. ഒരുപാട് ആൾക്കാർ പരസ്യമേ വരാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെല്ലാം BJPക്ക് പിന്തുണയാണ് ഈ പ്രാവശ്യം അറിയിച്ചിരിക്കുന്നത്. ഞങ്ങൾ കൂടെ ഉണ്ടാവും. വോട്ടുകളിൽ ഒരുപാട് മാറ്റവും വ്യത്യാസവും ഉണ്ടാകുന്നുള്ളത് 100% ഉറപ്പാണ്. നമസ്കാരം. തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിലെ വലിയതുറ എന്ന് പറയുന്ന തീരദേശ മേഖലയിലാണ് എന്നുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുത്തെ നിലവിലെ MLA എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ ചെയ്തതെന്ന് നമ്മുടെ ഈ വലിയതുറ പ്രദേശത്തെ ജനങ്ങളോട് തന്നെ നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? എൻ്റെ പേര് ബ്രൂണോ. ഓക്കെ ചേട്ടാ, ഇപ്പോ ഈ വലിയതുറ പോലെയുള്ള തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് നിലവിലെ ഇവിടുത്തെ MLA കൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള ഉപകാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? നിലവിലെ MLA കൊണ്ട് നമുക്ക് പറയത്തക്ക പ്രയോജനങ്ങളൊന്നുമില്ല. കാരണം അത് നിങ്ങൾക്ക് സ്പഷ്ടമായിട്ട് കാണാം. ഈ പാലം തകർന്നിട്ട് തന്നെ ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി. അതായത് പിന്നീട് ഈ നാളുകളേറെയായിട്ട് ഇതിൽ ഒരു നടപടി കൈക്കൊള്ളാനോ അതിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ MLA കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഒരു 329 കായിക താരങ്ങളെ കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് താരങ്ങളായിട്ട് 329 പേരെ സംഭാവന ചെയ്ത ഒരു ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ട് നിങ്ങൾ ഈ കാണുന്ന രീതിയിലല്ല. ഇവിടുന്ന് അങ്ങോട്ട് 11 പേർ കളിക്കുന്ന അത്രയും വലിയൊരു ഗ്രൗണ്ടായിരുന്നു. കടൽക്ഷോഭം മൂലം ഈ തീരശോഷണം മൂലം ഗ്രൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഇതിനെതിരെ പോലും ഇപ്പോൾ ചെറുതായിട്ടുള്ള കുറച്ച് പൊടിക്കൈകൾ ചെയ്തതല്ലാതെ ഫലപ്രദമായ രീതിയിൽ ഒരു കാര്യം ചെയ്യാനായിട്ടോ അതിനുവേണ്ടി അതിന്റെ പുറകിൽ നിൽക്കാനായിട്ടോ MLA കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമായ കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വർഷക്കാലം MLA കൊണ്ട് ഒരു കാര്യങ്ങളും നമുക്കിവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. പിന്നെ കഴിഞ്ഞ കാലത്തുള്ള ഒരു റോഡ് പണിയുടെ കാര്യത്തിന് തന്നെ മാസങ്ങളായി ഞങ്ങൾ പള്ളിക്കാരുൾപ്പെടെ കൊച്ചു യുവാക്കൾ ഉൾപ്പെടെ ഇവിടെ അതിനുവേണ്ടി ഈ പറയുന്ന ഇവരൊക്കെ ഉണ്ട്. ഇവരുടെ വിധത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ ഫ്ലെക്സും ബാനറും അടിച്ചു വെച്ചതിന് ശേഷമാണ് ഈ ഒരു പിന്നീട് എന്താ പറയുക ഈ ഒരു റോഡിന്റെ കാര്യത്തിൽ വരെ എല്ലാ പദ്ധതികളും പൂർത്തിയാകുമ്പോഴത്തേക്കും പേരിൽ എഴുതിയെടുക്കാൻ വേണ്ടി MLA കാണും. പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം തീരദേശത്തിന്റെ വോട്ട് കൊണ്ടല്ല കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിലെ MLA സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ശരിയായ രീതിയിൽ അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ തീരദേശ മേഖല എപ്പോഴും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഈ വലിയതുറ എന്ന് പറയുന്ന പ്രദേശം. BJPയുടെ ഒരു A+ മണ്ഡലമായിട്ട് തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന ഈ ഒരു മണ്ഡലത്തെ BJP കാണുന്നുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് BJP. ഇവിടെ ഉറപ്പായിട്ടും ഈ മണ്ഡലം വിജയിക്കാൻ സാധിക്കുമെന്നാണ് അവര് ചിന്തിക്കുന്നത്. അപ്പോ എന്താണ് BJPയുടെ ഒരു നില? എന്താണ് BJPയുടെ BJPക്ക് വരാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം വോട്ട് നൽകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അത് ഞാനിപ്പോൾ പറയുന്നത് കാര്യം ഞാൻ ഇന്നത്തെ തലമുറയുടെ ഒരു പ്രതിനിധിയാണ്. വളർന്ന തലമുറയും മാറി ചിന്തിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ കാലങ്ങളായിട്ട് ഈ ഇടതും വലതും മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ശബ്ദമുയർത്താൻ പോലും ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് ഈ പാലത്തിന്റെ ഒരു വിഷയം വന്നപ്പോൾ BJPയുടെ തന്നെ മുരളീധരൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയായ സമയത്ത് അദ്ദേഹം ഇവിടെ വരികയും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെ കാര്യം ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു. കാര്യം വേറെ ആരുമില്ല, എന്നാലൊന്ന് കൊടുക്കാം. അന്ന് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ തീരദേശ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ BJPക്കാർ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് ഇലക്ഷനിൽ തന്നെ ഈ ഇവിടുത്തെ പോയി MP ശശി തരൂർ തന്നെ നേരത്തെ വലിയ ഭൂരിപക്ഷം ജയിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പൊ നിസ്സാരം ഒരു 10,000 വോട്ടുകൾക്കാണ് ജയിച്ചത്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാവുമല്ലോ. പിന്നെ MPയുടെ കാര്യം, MP ഇവിടെ നിന്ന് വോട്ട് വാങ്ങിപ്പോയി. ഇപ്പൊ ഞങ്ങൾ MPയെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും പരിപാടികളുടെ ഉദ്ഘാടനങ്ങളോ അല്ലെങ്കിൽ ന്യൂ ഇയർ ഡേ സെലിബ്രേഷൻ പോലെ വന്നാൽ മാത്രമേ MPനെ ഇവിടെ കാണുള്ളൂ. ഉദ്ഘാടനമോ ചേട്ടൻ മുറിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ കാണുള്ളൂ. അപ്പോൾ
പൊതുവെ BJP അല്ല ഇവിടെ ഇപ്പോൾ ഈ തലമുറയിൽ തന്നെ ഒരുപാട് പേര്, കാര്യം ഇവിടുന്ന് BJPയുടെ യുവജന സംഘടനകളിലും പിന്നെ മഹിളാ മോർച്ച സംഘടനകളിലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ കാതലായ ഒരു മാറ്റം, കാര്യം ക്രിസ്ത്യ സമൂഹം ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു വിശ്വാസം നിർമ്മിച്ചിരിക്കുകയാണ്. കാര്യം പള്ളികളിൽ തന്നെ ഇപ്പോഴും പള്ളികളെ പുരോഹിതന്മാർ തന്നെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെ BJP നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യണമെന്ന് സ്പഷ്ടമായി തന്നെ പറയുകയാണ്. ആ രീതിയിലേക്ക് തീരദേശവും ക്രൈസ്തവ സമൂഹവും ഒരു വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നമുക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ഈ വലിയവരെ സംബന്ധിച്ച് ഇവിടുത്തെ ഒട്ടുമിക്ക ജനങ്ങളെയും നേരിട്ടറിയാന്നുള്ള ഒരു വ്യക്തിത്വമാണ്. ഞങ്ങൾ തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ചെല്ലണം. ഇത് അങ്ങനെയൊന്നുമില്ല. വലിയ തറയിലാണ് മത്സ്യത്തൊഴിലാളികളാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കയറി കാണാനും, അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന സ്ഥാനാർത്ഥി ഞങ്ങളുടെ ഒരു കുട്ടിയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ, അത് തന്നെ വലിയൊരു മാറ്റമല്ലേ. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ ഒരു മകൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ടുകൾ BJPക്ക് വരുന്നു. സംഭവം പരാജയപ്പെട്ടു എന്നാലും വോട്ട് നിലയിൽ കാതലായ മാറ്റം ഉണ്ടായി. അപ്പോൾ എന്നിട്ട് ഇപ്പോഴും എന്താണ്, ആ ഒരു സ്ഥാനാർത്ഥി തോറ്റുപോയി എന്നുള്ളതല്ല, ഇന്ന് BJPയുടെ ഒരു കൗൺസിലറായിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവരോട് നമുക്ക് പോയി പറയാം. ഞങ്ങൾക്ക് പിന്നെ ജില്ലാ നേതൃത്വത്തിലായാലും സംസ്ഥാന നേതൃത്വത്തിലായാലും ഇവിടെ മത്സ്യത്തൊഴിലാളികൾ കൂട്ടമായി പോയി കഴിഞ്ഞാൽ അവർക്ക് അർഹമായ പരിഗണനയാണ് ലഭിക്കുന്നത്. കോർപ്പറേഷനിൽ തന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ എന്താ പറയുന്നത് മേയറെ കാണാൻ വേണ്ടി പോയി. ഞാൻ പള്ളിയിൽ അച്ഛന് കമ്മിറ്റിക്കാരെല്ലാമാണ് പോയത്. വളരെ നല്ല രീതിയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ശരി നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പിന്നീട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അച്ചോ അതിനുള്ള ഫണ്ട് ഞാൻ അനുവദിച്ചു തരാം എന്നുള്ള രീതിയിലുള്ള വളരെ നല്ല സപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നോക്കൂ, ഇന്നലെയാണ് ഇവിടുത്തെ ഇലക്ഷൻ സ്റ്റാർട്ടായില്ല, എന്നാൽ BJPയുടെ ആദ്യത്തെ ശക്തി കേന്ദ്രം ഞങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്തു. വളരെ നല്ലൊരു ജനക്കൂട്ടമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ തീർച്ചയായും പറയാൻ പറ്റും, ക്രൈസ്തവ മേഖല ഉൾപ്പെടുന്ന ഈ തീരദേശ ജനതയ്ക്ക് BJPകൾ ഒരു ആഭിമുഖ്യമുണ്ട്. BJP ആണ് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം വോട്ട് നിലയിൽ കാര്യമായ മാറ്റം ഉണ്ടാകും. ഇപ്രാവശ്യം BJP നിർത്തുന്ന സ്ഥാനാർത്ഥി വിജയിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. നമസ്കാരം. നമസ്കാരം. ജോർജിൻ. ചേട്ടൻ ഈ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ വലിയതുറയിലെ ഒരു വോട്ടറല്ലേ? വോട്ടർ, അതെ. എന്താ ചേട്ടാ ഇവിടുത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ സാധ്യത BJPക്കാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ MLA ആയാലും MP ആയാലും മാറി വേറി വന്ന സർക്കാരുകളായാലും ഇവിടെ ഒരു അവഗണന മാത്രമാണ് നമ്മളിവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇപ്പം ഈ കളിക്കളെ ഇപ്പോൾ ഒരു കൂട്ടം യുവാക്കൾ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാര്യം നിലവിൽ ഒരു 10 ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്ന് ഈ പിള്ളേർക്ക് കളിക്കാൻ, ഇപ്പോഴത്തെ തലമുറക്ക് കളിക്കാനുള്ള അവസരം ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ വേറെ ലഹരിയിലോട്ടൊക്കെ പോയി പെടുന്ന ഒരു അവസ്ഥയാണ്. കളിച്ച് ജോലി നേടുകയാണ് ഇവിടുത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിൽ ഒരു ഒരു മുട്ടിട്ട് സംരക്ഷിക്കാൻ പോലും ഈ സർക്കാരുകൾക്കൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ ആന്റുരാജ് MLA വന്ന് ഇവിടെ നിന്ന് ഇത്ര കോടി അനുവദിച്ച് എന്ന് പറഞ്ഞ് പോകുന്നല്ലാതെ ഇവിടെ ഒരു പദ്ധതി വരുന്നില്ല. ഇപ്പൊ ഒരു 7 വീടാണ് ഇവിടെ ഇപ്പൊ തകർന്നിരിക്കുന്നത്. അപ്പം മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ വ്യാപകമായിട്ട് വലിയൊരു പ്രതിഷേധമായി മാറിയിരിക്കുകയാണ്. ഇപ്പം അവരെ എല്ലാം പ്രതിഷേധം BJPക്ക് ഒരു വോട്ടായിട്ട് മാറ്റുക, BJP ഇവിടെ കൊണ്ടുവന്ന് വികസനം കൊണ്ടുവരിക എന്നാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഇവിടെ. ഇപ്പോൾ ഈ നിങ്ങളുടെ MP ആയിട്ടുള്ള ശശി തരൂരിന്റെ പ്രവർത്തനങ്ങളോട് എന്താണ് അഭിപ്രായം? എന്താണ് നിലവിൽ ഇലക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി സജീവമാവുന്നല്ലേ രാഷ്ട്രീയക്കാരെല്ലാവരും? അദ്ദേഹം എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഇപ്പൊ ഇലക്ഷൻ സമയത്ത് പോലും കാണാനില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ തന്നെ തമ്മിൽ തല്ലിയാണ് നിൽക്കുന്നത്. കാരണം ഇലക്ഷന് ജയിച്ചു പോകുന്നതല്ലാതെ ഇവിടെ അയാൾ വിചാരിച്ചെങ്കിൽ ഇവിടെ ഒരു പുളിമുട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നും വലിയ താമസമൊന്നും വേണ്ട. പക്ഷെ തീരദേശത്ത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. തീരദേശത്ത് വന്ന് ഈ യുവാക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിൽക്കേണ്ടതല്ല. ഇലക്ഷൻ സമയത്ത് വന്ന് എനിക്ക് വോട്ട് തായെന്ന് വന്ന് കയ്യിൽ തോളിൽ കൈവിട്ട് പോകുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇനി ഇവിടെ നടക്കത്തില്ല. കാര്യം വെച്ചാൽ എല്ലാവരും പ്രതികരിച്ചു തുടങ്ങി. ഇലക്ഷനിൽ വോട്ടിട്ട് പോകുന്നതല്ലാതെ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ശശി തരൂർ തന്നെ വന്നു കഴിഞ്ഞാൽ അവർ കാര്യമായി പ്രതിഷേധിക്കുക എന്നതാണ് ഇവിടുത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ അജണ്ട. ചേട്ടാ ഇപ്പോൾ ഈ വലിയതുറ പോലെയുള്ള പ്രദേശത്ത് ക്രൈസ്തവ വിഭാഗമാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹം BJPക്ക് വോട്ട് ചെയ്ത് തുടങ്ങിയോ നിലവിലെ സാഹചര്യത്തിൽ? വോട്ട് ചെയ്തോടെ അത് ഈ പോയ കൗൺസിൽ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖരൻ നിന്ന സമയത്ത് കണ്ടാണ് ഒരുപാട് വോട്ടുകളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നേരത്തെ നിന്നകളിൽ ഒരു ബൂത്തിൽ നിന്ന് ഒരു വോട്ട് എന്ന സ്ഥാനത്ത് ഒരു ബൂത്തിൽ നിന്ന് 50 വോട്ടുകളാണ് നമുക്കിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത പ്രാവശ്യം ഓരോ കാലം കഴിയുന്തോറും അവർക്ക് BJPയിലോട്ടുള്ള വിശ്വാസം കൂടിക്കൊണ്ട് വരികയാണ്. നല്ല രീതിക്ക് വോട്ട് മാറ്റം ഉറപ്പായിട്ട് കൊണ്ടുവരും. ഒരുപാട് ആൾക്കാർ പരസ്യമേ വരാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെല്ലാം BJPക്ക് പിന്തുണയാണ് ഈ പ്രാവശ്യം അറിയിച്ചിരിക്കുന്നത്. ഞങ്ങൾ കൂടെ ഉണ്ടാവും. വോട്ടുകൾ ഒരുപാട് മാറ്റവും വ്യത്യാസവും ഉണ്ടാകുന്നുള്ളത് 100% ഉറപ്പാണ്. ചേട്ടൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഏത് പാർട്ടിയിലാണ് പ്രവർത്തിച്ചിരുന്നത്? ഞാൻ കോൺഗ്രസിലാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ടാണ് നിന്നത്.
എന്നാണ് മാറി ഞാൻ കാരണം ഈ രണ്ട് കോൺഗ്രസിൽ നിന്നും ഈ നമ്മുടെ നാടിന് വേണ്ടി അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സമരത്തിനോട്ട് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് ഇറങ്ങുന്നില്ല. ആ ഒരു പ്രതിഷേധം കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറി BJP-യിലോട്ട് വന്നത്. BJP-യിൽ നിന്ന് ഒരു മാറ്റം ഇപ്പം തന്നെ തുടക്കം തന്നെ നമുക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഗ്രൗണ്ടിൻ്റെ കാര്യത്തിന് പോയി അവരെല്ലാം മുന്നോട്ട് നമ്മുടെ സഹകരണമായിട്ട് വരുന്നു. പുളിമുട്ടിൻ്റെ കാര്യമായാലും അതിനുവേണ്ടി എല്ലാത്തിനും അവർ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അവർക്ക് നമ്മളൊരു MLA കൊടുത്തു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു വികസനം ഇവിടെ നമ്മുടെ തീരദേശത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും.